ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി മോഡലായ ഓപ്പോയുടെ F15 എന്ന് പറയുന്ന ഒരു മോഡലാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രൈസ് വെറും ഇന്ത്യയിൽ 19,000 റുപ്പീസാണ്. അതുപോലെ തന്നെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് 8 GB റാമും അതുപോലെ തന്നെ 128 GB സ്റ്റോറേജും ഉണ്ട്. അതുകൊണ്ട് തന്നെ വളരെ നല്ല പ്രൈസിൽ തന്നെ നല്ലൊരു കോൺഫിഗറേഷൻ തന്നെയാണ്. പിന്നെ വേറൊരു എടുത്ത് പറയേണ്ട ഇതിൻ്റെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഇതിൻ്റെ ഡിസ്പ്ലേ ഫുൾ ഹൈ ഡെഫിനിഷൻ AMOLED സ്ക്രീനാണ്. അതുപോലെ തന്നെ 4 ക്യാമറയാണ്, ക്വാഡ് ക്യാമറയാണ്. അതുപോലെ തന്നെ 48 മെഗാ പിക്സൽ ക്യാമറയുണ്ട്. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഡിസൈനും അതുപോലെ തന്നെ ഇതിൻ്റെ ഫാസ്റ്റ് ചാർജറും തന്നെയാണ്. ഫാസ്റ്റ് ചാർജർ എന്ന് പറയുമ്പോൾ വൂക്ക് ചാർജർ എന്നാണ് ഇതിൻ്റെ ടെക്നോളജിനെ വിളിക്കുന്നത്. അപ്പം ഓപ്പോ 15ൻ്റെ അൺബോക്സിങ്ങിലേക്ക് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് പോവാം. ആദ്യം തന്നെ നമ്മൾ ബോക്സ് ഓപ്പൺ ചെയ്ത ഉടനെ തന്നെ നമുക്ക് നമ്മുടെ മൊബൈലാണ്. അപ്പോൾ ഇതിൻ്റെ കവറിൻ്റെ മേലെ തന്നെ മെൻഷൻ ചെയ്തിരിക്കുന്നത് 4 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചറാണ്. 48 മെഗാ പിക്സൽ AI ക്വാഡ് ക്യാമറയാണ്. പിന്നെ വൂക്ക് ഫ്ലാഷ് ചാർജറാണ്. നമുക്ക് വെറും അരമണിക്കൂർ കൊണ്ട് തന്നെ 50% നിങ്ങളുടെ ബാറ്ററി ചാർജ് ചെയ്യാൻ പറ്റും. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് 3.0 ആണ്. നമുക്ക് ഗ്ലാസിൻ്റെ മേലെ നമ്മുടെ സ്ക്രീനിൻ്റെ മേലെ തന്നെയാണ് ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ്. അതുകൊണ്ട് തന്നെ നല്ല ഫാസ്റ്റായിട്ട് തന്നെ നമുക്ക് അൺലോക്ക് ചെയ്യാൻ പറ്റും. പിന്നെ കൊടുത്തിരിക്കുന്നത് ഫുൾ ഹൈ ഡെഫിനിഷൻ AMOLED സ്ക്രീനാണ്. ഇതിൻ്റെ പ്രത്യേകം നല്ലൊരു ബ്രൈറ്റ്നസ്സും അതുപോലെ തന്നെ നല്ലൊരു സ്ക്രീനും തന്നെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ഇത് 3 കളറിലാണ് അവൈലബിൾ. ഒന്ന് യൂണിക്കോൺ വൈറ്റ്, അതുപോലെ തന്നെ ലൈറ്റ്നിങ് ബ്ലാക്കും പിന്നെ ബ്ലൂ ആണ്. ഇത് ബ്ലൂ വേരിയൻ്റ് ആണ്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും 4 ക്യാമറയാണ്. ഇതിൻ്റെ വളരെ നല്ലൊരു എടുത്തു പറയേണ്ട ഒരു ഫീച്ചറാണ്. അപ്പോൾ ഫോണിൻ്റെ കാര്യം നമ്മൾ പിന്നെ സംസാരിക്കും. ആദ്യം തന്നെ ബോക്സിൽ വേറെ എന്തെങ്കിലും നോക്കാം. ഈ ബോക്സിൽ നമുക്ക് കിട്ടുന്നത് ഒരു കേസ്, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു കേസാണ് കിട്ടുന്നത്. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കേസാണ്, നല്ലൊരു കേസ് തന്നെയാണ്. പിന്നെയുള്ളത് ക്വിക്ക് ഗൈഡ്, അതുപോലെ തന്നെ സേഫ്റ്റി ഗൈഡ്, അതുപോലെ തന്നെ ഇജക്ഷൻ ടൂൾ, സിം ഇജക്ഷൻ ടൂളും വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്കൊരു വൂക്ക് ചാർജറാണ്, 20 വാട്ട്സിൻ്റെ വൂക്ക് ചാർജറാണ്. ഇതിൽ ഓപ്പോൻ്റെ ബ്രാൻഡിങ്ങിൽ ഗ്രീൻ കളർ ബ്രാൻഡിങ്ങിലാണ് ചാർജറെല്ലാം വന്നിട്ടുള്ളത്. അരമണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് 50% ബാറ്ററി ചാർജ് ചെയ്യാൻ പറ്റും. പിന്നെ വേറെ ഇതിൻ്റെ കൂടെ വന്നിട്ടുള്ളത് നമ്മുടെ ഐഫോണിൻ്റെ വയേർഡ് ഇയർഫോണിൻ്റെ ഡിസൈനിലുള്ള ഒരു ഇയർഫോണാണ് നമുക്ക് F15ൻ്റെ കൂടെ കിട്ടുന്നത്. അതും ഒരു ഗ്രീൻ കളർ ബ്രാൻഡിങ്ങിലാണ് വന്നിട്ടുള്ളത്. പിന്നെ വേറൊന്നുമില്ല, ബോക്സ് എംപ്റ്റിയാണ്, വേറെ കാര്യമായിട്ടൊന്നും ഇതിൻ്റെ അകത്തില്ല. ഇനി നമുക്ക് ഫോണിനെ കുറിച്ച് സംസാരിക്കാം. സംസാരിക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ നമ്മൾ കാണുന്നത് ടിയർ ഡ്രോപ്പ് നോച്ചാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഹൈ ഡെഫിനിഷൻ നമ്മൾ വീഡിയോ കാണുന്ന സമയത്തോ അതുപോലെ യൂസ് ചെയ്യുന്ന സമയത്തോ നമുക്ക് വലിയൊരു ഡിസ്ട്രാക്ഷനൊന്നും തന്നെ വരുന്നില്ല. പിന്നെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ എന്ന് പറയുന്നത് താഴെയായിട്ട് നല്ലൊരു പ്ലേസ്മെൻറ്റാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് തന്നെ അൺലോക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഫ്രണ്ടിലുള്ള ക്യാമറ എന്ന് പറയുന്നത് 16 മെഗാ പിക്സൽ ക്യാമറയാണ്. നല്ലൊരു ലോ ലൈറ്റിലും നല്ലൊരു പെർഫോമൻസ് തന്നെയാണ്. പിന്നെ നമുക്ക് ഫേസ് ഡിറ്റക്ഷൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫേസ് ഓട്ടോമാറ്റിക്കായിട്ട് ഫോക്കസ് ചെയ്ത് ഐഡൻറ്റിഫൈ ചെയ്ത് നമുക്ക് നല്ലൊരു ക്ലാരിറ്റി ഫോട്ടോസ് തന്നെ വീഡിയോസും കിട്ടുന്നതാണ്. പിന്നെ നമുക്ക് റൈറ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ റൈറ്റ് സൈഡിൽ പവർ ബട്ടണാണ്, പിന്നെ വേറെ ബട്ടൺസ് ഒന്നുമില്ല. പിന്നെ ലെഫ്റ്റ് സൈഡിൽ വരുന്നത് നമ്മുടെ വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടണാണ്. ഏകദേശം ഒരു മിഡിലിൻ്റെ കുറച്ച് മേലെയായിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ ഏറ്റവും ടോപ്പിൽ വന്നിട്ടുള്ളത് സിമ്മാണ്. ഇതിൽ ഡ്വൽ നാനോ സിമ്മും അതുപോലെ തന്നെ ഒരു മൈക്രോ SD കാർഡ് നമുക്ക് ഒരേ സമയത്ത് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഏകദേശം നമുക്കൊരു 256 GB വരെ നമുക്ക് സ്റ്റോറേജ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ താഴെ വന്നിട്ടുള്ളത് ഒരു ഇയർഫോൺ ജാക്കാണ്, അതുപോലെ തന്നെ മൈക്രോഫോൺ, USB Type-C ചാർജിങ് പോർട്ടും അതുപോലെ തന്നെ സ്പീക്കറുമാണ് താഴെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ബാക്ക് സൈഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് 4 ക്യാമറയാണ് അതിൽ വരുന്നത്. ആദ്യം തന്നെ 48 മെഗാ പിക്സൽ ലെൻസ്, 8 മെഗാ പിക്സൽ അൾട്രാ വൈഡ്, അതുപോലെ 2 മെഗാ പിക്സൽ മാക്രോ ലെൻസ്, പിന്നെ ഡെപ്ത് സെൻസറാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ഫ്ലാഷും ഉണ്ട്. പിന്നെ ഓപ്പോയുടെ ബ്രാൻഡിങ് നമുക്ക് കാണാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ റാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 8 GB റാമാണ്. നമുക്ക് കുറേ ആപ്ലിക്കേഷൻ തന്നെ ഒരേ ടൈം ഓപ്പൺ ചെയ്ത് വെച്ചാലും നമ്മുടെ മൊബൈൽ നല്ല ഫാസ്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ 128 GB നല്ല മെമ്മറിയും സ്റ്റോറേജും കൂടി ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് കുറേ ആപ്ലിക്കേഷൻ തന്നെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ പ്രൊസസ്സർ എന്ന് പറയുന്നത് ഒക്ടാ കോർ പ്രൊസസ്സറാണ്. MediaTek Helio P70 പ്രൊസസ്സറാണ്. നല്ലൊരു സ്പീഡ് തന്നെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ നമുക്ക് ആൻഡ്രോയിഡ് വേർഷൻ 9 കളർ OS
iOS 6.1.2 ആണ് ഇതിൽ നമുക്ക് അപ്ഡേറ്റ് ആയിട്ട് കിട്ടുന്നത്. ഫ്യൂച്ചറിൽ നമുക്ക് Android 10 നമുക്ക് കിട്ടുമായിരിക്കും. പിന്നെ ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഫിംഗർ പ്രിൻ്റ് എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. പിന്നെ ചെറിയ പ്രശ്നം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൈ നനഞ്ഞിട്ടാണ്, നിങ്ങളുടെ കയ്യിൽ കുറച്ച് വാട്ടർ ഉണ്ടെങ്കിൽ അൺലോക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ സമയങ്ങളിൽ നിങ്ങൾക്ക് ബാക്കപ്പ് കോഡ് വെച്ചിട്ട് ഓൺ ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ സ്ക്രീൻ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 1080x2400 ഫുൾ ഹൈ ഡെഫിനിഷൻ ആണ്. പിന്നെ 411 ppi ആണ് ഇതിൻ്റെ പിക്സൽ ഡെൻസിറ്റി എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ക്യാമറ ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡിജിറ്റൽ സൂം, ഓട്ടോ ഫ്ലാഷ്, ഫേസ് ഡിറ്റക്ഷൻ, അതുപോലെ തന്നെ ടച്ച് ടു ഫോക്കസ്. പിന്നെ ഇതിൻ്റെ ബാറ്ററിയെ കുറിച്ച് പറയുകയാണെങ്കിൽ 4025 mAh ബാറ്ററിയാണ്. ഞാൻ യൂസ് ചെയ്ത എക്സ്പീരിയൻസിൽ പറയുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 1.5 ഡേ നമുക്ക് കൂളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പം നമ്മുടെ സെല്ലുലാർ ഡേറ്റ ഓൺ ആക്കിയാലും നമുക്ക് ഏകദേശം ഒരു ദിവസത്തിൽ കൂടുതൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു പ്രത്യേകതയാണ്. നമുക്ക് ഈ പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു മോഡൽ കിട്ടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവം തന്നെയാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി മോഡൽസിൽ നമുക്ക് കുറച്ച് എടുത്തു പറയാൻ പറ്റുന്ന ബ്രാൻഡ് എന്ന് പറയുന്നത് റെഡ്മി നോട്ട് സീരീസ്, അതുപോലെ തന്നെ വിവോ S1 Pro, അതുപോലെ തന്നെ ഓപ്പോയുടെ ബ്രാൻഡിലാണെങ്കിൽ F15. ഇങ്ങനെയാണ് കുറച്ച് മോഡൽസ് ഉള്ളത്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, നമുക്കൊരു 15,000 to 20,000 റുപ്പീസിൻ്റെ ഇടയിൽ കിട്ടുന്നതാണ്. ഇപ്പോൾ ഇതിൻ്റെ ഓവറോൾ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഞാൻ ആക്ച്വലി ഒരു സാംസങ് ഫാനാണ്. അപ്പോൾ സാംസങ് മോഡലിൽ നിന്ന് വന്നതിന് ശേഷം ഈ ഫോൺ യൂസ് ചെയ്ത സമയത്ത് എനിക്കൊരു പോരായ്മയും തന്നെ വന്നിട്ടില്ല. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇതിൻ്റെ ഡിസ്പ്ലേ ആയാലും ക്യാമറ ആയാലും അതുപോലെ തന്നെ പെർഫോമൻസ് ആയാലും പിന്നെ ഒരു പ്രോബ്ലം തന്നെ വന്നിട്ടില്ല. പിന്നെ കുറച്ചൊരു ബുദ്ധിമുട്ട് വന്നതെന്ന് പറയുന്നത് നമ്മുടെ വോളിയം അപ്പ് ആൻഡ് ഡൗൺ കുറച്ച് മിഡിലായിട്ടാണ് വരുന്നത്. പവർ ബട്ടൺ ശരിക്കും ഒരു തമ്പ് റീച്ച് ചെയ്യുന്നൊരു പ്ലേസിൽ തന്നെയാണ്. പിന്നെ സ്ക്രീനിൻ്റെ കാര്യത്തിലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ക്യാമറയും അത്യാവശ്യം നല്ലൊരു ക്യാമറയാണ് ഈ പ്രൈസ് റേഞ്ചിൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ഓപ്പോ F15 അൺബോക്സിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്ത് തന്നെ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ താങ്ക് യു സോ മച്ച്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ ടെക്നിക്കൽ വീഡിയോ അല്ലെങ്കിൽ വേറൊരു വ്ളോഗ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഗുഡ് ബൈ.